Verify the function is a solution of corresponding differential equation. Y is equal to cos x plus c. Cos x plus c. Y is equal to cos x plus c. Equation is given by y dash plus sin x equal to c. Y dash and sin x. Y dash first കണ്ടുപിടിക്കാം. അതുകൊണ്ട് ഈ ഫസ്റ്റ് ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. ഇത് എല്ലാത്തിനും കിട്ടുവാണെങ്കിൽ എന്താണ് സൊല്യൂഷൻ ആയി. രണ്ട് രീതിയിൽ വർക്ക് ചെയ്യാം. നിങ്ങൾ എങ്ങനെ ചെയ്യാറുള്ള ഞങ്ങള് ഫസ്റ്റ് ഇക്വേഷന് ചെയ്ത് മറ്റേ സെക്കൻഡിലേക്ക് ഫസ്റ്റ് ഇക്വേഷൻ വൈകിട്ട് കോസ് y dash ആണ്. y dash എടുത്തിട്ട് പിന്നെ ഈ ഇക്വേഷനിലാണ് ഇങ്ങനെ ചെയ്യാം. y dash കണ്ടുപിടിക്കാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഈ ഫംഗ്ഷൻ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് കണ്ടുപിടിക്കാൻ ചെയ്യണം. ഫസ്റ്റ് നമ്മൾ y dash കണ്ടുപിടിക്കാം. y dash എന്ന് പറയുന്നത് എന്താ? y എന്താ ഇവിടെ? y കൊണ്ട് cos x ആണ്. y dash എന്ന് പറയുന്നത് എന്താ? dy by dx. dy by dx എന്ത് വരും? മൈനസ് sin x. എന്നിട്ട് y dash is equal to dy by dt. ഇതുകൊണ്ടേ നമ്മൾ ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. അപ്പൊ എന്ത് വരുന്നത്? മൈനസ് sin x പ്ലസ് sin x ഇക്വൽ ടു എന്ത് കിട്ടും? 0 കിട്ടും. അപ്പൊ എല്ലാത്തിനും ഇക്വൽ ടു ആൾക്കസ് അതായിരിക്കും അതിന്റെ സൊല്യൂഷൻ. അടുത്ത ക്വസ്റ്റ്യൻ y equal to root of 1 plus x square. Y equal to root of 1 plus x square. That's solution. Differential equation is equal to y dash is equal to xy by 1 plus x square.
അല്ല ഇപ്രാവശ്യം ഇരുന്നിട്ടില്ല എത്ര വയസ്സുണ്ട് ബാക്കി സംഖ്യ Okay, 1,026. മനസ്സിലായത്? Okay. ഇനി നമ്മളെന്താ ഫസ്റ്റ് നമ്മൾ y equal to root of 1 plus x square എടുത്ത് y dash നെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ 1/2 root of 1 plus x square in which x കിട്ടി x കട്ട് ചെയ്ത് കളഞ്ഞ് 2 കട്ട് ചെയ്ത് 2 കട്ട് ചെയ്ത് ബാക്കി x by root of 1 plus x square കിട്ടി. ഇനി both numerator denominator root of 1 plus x square വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ മുകളിൽ എന്തായി x into root of 1 plus x square, അടിയിലത്തെ എന്തായി root of 1 plus x square into root of 1 plus x square എന്ന് പറയുന്നത് 1 plus x square. മുകളിലത്തെ root of 1 plus x square നമുക്ക് എങ്ങനെ എഴുതാം? y എന്ന് എഴുതാം. y into root of 1 plus x square അല്ലേ? മനസ്സിലായോ? അപ്പിടാ ഇവിടുത്തെ എന്താണ് സംശയം? y equal to ax is the solution of y equal to ax is the solution of x by dash is equal to y. Okay, ഇതിന്റെ സൊല്യൂഷൻ ആണ് കണ്ടുപിടിക്കാം. ചെയ്തോ. y equal to ax is solution of y dash കണ്ടുപിടിക്കാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y dash എത്ര കിട്ടും? മനസ്സിലായോ? ഇത് ഇതിന്റെ സൊല്യൂഷൻ ആണ് കണ്ടുപിടിക്കണം പറഞ്ഞേക്കണം. y dash കണ്ടുപിടിക്കാം. y dash എന്ന് പറയുന്നത് എന്താ? ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? a തന്നെ കിട്ടും, കോൺസ്റ്റന്റ് അല്ലേ? അതുകൊണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ x into a equal to y. L is equal to r plus 1. This is solution. മനസ്സിലായോ? ശരിയാ? y equal to sin x. y equal to x sin x കേട്ടോ. y equal to x sin x. y equal to x sin x. This is solution of x y dash equal to y plus x into root of x square minus y square.
അല്ല സാർ ഡിഫറൻസിയേഷൻ അതിന് ചെയ്യാം. എന്നിട്ട് എക്സ് കോസ് എക്സ് അല്ല കോസ് എക്സിന്റെ റൂട്ട് 1 മൈനസ് സൈൻ സ്ക്വയർ ആക്കാം. എന്നിട്ട് എക്സ് അത് എടുക്കുമ്പോൾ എക്സ് സ്ക്വയർ മൾട്ടിപ്ലൈ ആയി. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് സൈൻ സ്ക്വയർ. അപ്പോൾ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ വൈ സ്ക്വയർ ആവും. y plus x square into root of 1 minus sin square അല്ലേ? ഇനി 1 minus sin square എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? sin square x അല്ലേടാ വന്നത്? അതിന് പകരം y by x. അതായത് നോക്കിക്കേ, നമ്മള് ഈ ഒരു സൈഡിൽ നിന്ന് y ക്ക് പകരം y അങ്ങനെ എഴുതി y plus x square എക്സ് സൈൻ സ്ക്വയർ എടുക്കുന്നത് കോസിനെയാണ് നമ്മൾ സൈൻ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ. അത് എക്സ് വൈ ഡാഷ് എക്സിന്റെ സൈൻ അതിന്റെ കോസിന്റെ റൂട്ട് 1 മൈനസ് എക്സിന് റൂട്ടിനകത്തുള്ള എക്സ് സ്ക്വയർ അത് മൾട്ടിപ്ലൈ ചെയ്ത് എക്സ് മൈനസ് ഇവിടെ നിന്ന് എക്സ് സ്ക്വയർ ഫസ്റ്റ് പുറത്തെടുക്കണേ. ഇവിടെ നിന്ന് എക്സ് ഫസ്റ്റ് പുറത്തെടുക്കണം. അതിന്റെ എക്സ് പുറത്തെടുക്കുമ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ ആവും, ഇവിടെ 1 ആവും. അല്ല അത് എക്സ് ആവില്ലേ? ഓ ആ എക്സ് പുറത്തെടുക്കണം. അതിനുശേഷം y പ്ലസ് എക്സ് സ്ക്വയർ 1 മൈനസ് സൈൻ സ്ക്വയർ 1 മൈനസ് സൈൻ സ്ക്വയർ. അപ്പൊ അത് നമുക്ക് എങ്ങനെ എഴുതാം? y പ്ലസ് എക്സ് സ്ക്വയർ 1 മൈനസ് സൈൻ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? ഈ 1 മൈനസ് സൈൻ സ്ക്വയർ എക്സിലെ ഈ 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ഇല്ലേ, അതിൽ നമുക്ക് സൈൻ എക്സ് എന്ന് പറയുന്നത് എന്തായിട്ടും y ബൈ എക്സ് കിട്ടും. സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് എന്താ? y ബൈ എക്സ് ഹോൾ സ്ക്വയർ കിട്ടും. y ബൈ എക്സ് ഹോൾ സ്ക്വയർ. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആർക്ക് കിട്ടും? ഇതൊക്കെയാണ് അല്ലെങ്കിൽ എക്സിനകത്ത് കൊണ്ട് സ്ക്വയർ ആവും. 1 മൈനസ് സൈൻ സ്ക്വയർ പുറത്ത് എക്സ് എടുത്ത് അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് എക്സ് അപ്പോൾ എന്ത് സീറ്റ് കൂടേണ്ട ആവശ്യമുണ്ട്. പിന്നെ എന്നാണ് ക്രിസ്മസ് വരുന്നത്. സിനിമയുടെ അങ്ങനത്തെ ആവശ്യമല്ലേ? ലാപ്ടോപ്പിനോ
മെസ്സേജ് ചെയ്ത് ഇപ്പൊ ചെയ്യാം. അത് മൊത്തം റൂട്ട് എക്സ് സ്ക്വയർ പുറത്തെടുക്കുമ്പോൾ എക്സ് ആണ് പിന്നെ ക്യാൻസൽ ആയി. ഇവിടെ എന്ത് ചെയ്യാം എക്സ് സ്ക്വയർ പുറത്ത് കൊടുക്കാം. അപ്പൊ എന്താവും മുകളിലത്തെ എക്സ് സ്ക്വയറും മനസ്സിലായോ? ഇതാ ഇത് നോക്കണ വൈ ബൈ എക്സ് സ്ക്വയർ അല്ലേ, അതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്ത് കിട്ടി? 1 അല്ലേ ഇവിടെ ഉണ്ടായിരുന്ന. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ. ഇനി ഇവിടുത്തെ എക്സ് സ്ക്വയറും പുറത്തോട്ട് എടുക്കാം. അപ്പൊ എന്താവും? ക്യാൻസൽ ആകും. എക്സ് സ്ക്വയർ പുറത്തോട്ട് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് തന്നെ അല്ലേ. അപ്പൊ എക്സ് സ്ക്വയർ ബൈ എക്സ് എന്ന് വരും. ബാക്കിയാണ് എന്താ? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആവും. അപ്പൊ എക്സും എക്സും പത്തെടുക്കണം. ഇറ്റ് ഈസ് ഈക്വൽ ടു വൈ പ്ലസ് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആയി. ഇനി വേറെ എന്തെങ്കിലും പുറത്തെടുക്കാൻ പറ്റുമോ? ഇനി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ശരിയല്ലേ? അതിപ്പോ മറ്റേതായിരിക്കും. ഒന്നുകൂടി പറയണോ? അഗ്നി പറയണോ? വേണ്ടെന്നാ വേണോ? പറയണം അമർ. മനസ്സിലായോ പറഞ്ഞത്? ഇയാൾക്ക് method of solving first order first degree differential equation. Method of solving first order first degree differential equations. First order first degree. രണ്ട് മെത്തേഡ്സ് ഉണ്ടോ അങ്ങനെ ചോദിക്കാം. വേരിയബിൾ സെപ്പറബിൾ ഫോമും പിന്നെ ഹോമോജീനസ് ഇന്റഗ്രേറ്റഡ് ഫാക്ടർ. അപ്പൊ അതിൽ തന്നെ ഫസ്റ്റ് വൺ എനിക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് വേരിയബിൾ സെപ്പറബിൾ എഴുതിക്കെ. ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് വിത്ത് വേരിയബിൾ സെപ്പറബിൾ. Equations with variable separable. അപ്പോൾ നോക്കി ഇവിടെ നമ്മൾ dy by dx എന്ന് പറഞ്ഞിട്ട് equal to f of x എന്ന് പറഞ്ഞായിരിക്കും എന്ത് കിടക്കണം? ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉള്ളത്. ഇത് നമ്മൾ f of x നെ തമ്മിൽ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം? നമ്മൾ dy by dx is equal to ഒരു x ന്റെ ഫംഗ്ഷൻ ഒരു y യുടെ ഫംഗ്ഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ എന്ത് വരും? h of y is into g of x ആക്കി എഴുതണം. ഇതിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഈ y യുടെ ടേംസിൽ, അതായത് ഇവിടെ dy by dx ആണ് കിടക്കുന്നത്, h of y നമ്മൾ അപ്പുറത്ത് എടുക്കും. അപ്പൊ എന്ത് വരും?
1/h of y dy എന്ന് വരും അല്ലേ? dy/dx ആണ് which is equal to g of x എന്ന് വന്നത്. ഇനി നമ്മൾ d of x അപ്പുറത്ത് എടുക്കാം. അപ്പൊ അവിടെ എന്താവും? ഡിഫറൻഷിയേഷൻ എന്നുള്ളത് എന്തായി മാറും? അവിടെ ഇന്റഗ്രേഷൻ ആയി മാറും. അപ്പൊ 1/h of y dy equal to g of x into dx എന്ന് വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ബോത്ത് സൈഡ്സ് എന്ത് ചെയ്താൽ മതി? അതായത് നോക്കിയിട്ട് dy/dx is equal to f of x. ഇതൊരു ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് എക്സിന്റെ വൈയുടെ ഫംഗ്ഷൻ ആക്കി മാറ്റും. അതാണ് h of y ഉം g of x. ഇതിൽ തന്നെ ചിലപ്പോൾ x plus 1 into y plus 3 അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ആ രണ്ട് ഫംഗ്ഷൻ ആക്കി നമ്മൾ മാറ്റും. ഇനി നമ്മൾ ഇതിന്റെ അകത്ത് നോക്കിക്കേ, വൈയുടെ ടേംസിന് ഒരു സൈഡിലോട്ട് കൊണ്ടുവരണം, എക്സിന്റെ ടേംസിന് വേറൊരു സൈഡിലോട്ട് കൊണ്ടുവരണം. അപ്പൊ വൈയുടെ ടേംസ് ഇവിടെ dy കിടക്കുന്ന dx കിടക്കുന്നുണ്ട്. അപ്പൊ h of y നമ്മൾ ഇപ്പോഴത്തെ എടുക്കുമ്പോൾ എന്താവും? 1/h of y dy/dx is equal to g of x ആണ്. ഇവിടെ നമ്മൾ dx-ന്റെ ടേംസ് എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണേ. അപ്പൊ നമ്മൾ dx-നെ അങ്ങോട്ട് എടുക്കാൻ ആലോചിച്ചാൽ മതി. അപ്പൊ 1/h of y into dy വന്ന് ഈ dx അപ്പുറത്ത് പോകുന്ന g of x into dx വന്നു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ബോത്ത് സൈഡ്സ് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. Find the general solution of the differential equation. മനസ്സിലായില്ലേ? Find the general solution of the differential equation. Find the general solution of the differential equation. dy/dx is equal to x plus 1 by 2 minus 1. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ രണ്ട് ഫംഗ്ഷൻ ആയിട്ട് കിടക്കണം. മനസ്സിലായാണ്? ഇവിടെ നോക്കിയാൽ ഇവിടെ രണ്ട് ഫംഗ്ഷൻ ആയിട്ട് കിടക്കണം. ഒരെണ്ണം എക്സിന്റെ ഒരെണ്ണം എന്തിന്റെ വൈയുടെയുമാണ്. അപ്പൊ വൈയുടെ ഫംഗ്ഷൻ ഇപ്പോഴത്തെ എടുക്കുക, എക്സിന്റെ ഫംഗ്ഷൻ dx-നെ അപ്പുറത്ത് എടുക്കുക. അപ്പൊ എങ്ങനെയാവും? 2 minus y dy equal to എന്തായി? x plus 1 dx ആയി. എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പൊ അതിന്റെ സൊല്യൂഷൻ ശരി. ഇന്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ് മനസ്സിലായില്ലേ? വേരിയബിൾ സെപ്പറബിളിൽ നമ്മൾ വേരിയബിൾസിനെ എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. എക്സിന്റെ ആയിട്ട് വൈയുടെ ആയിട്ട് കേട്ടോ. ഫംഗ്ഷൻ ഫൈനൽ ആൻസർ x² plus y² plus 2x minus 4y. അതെ ശരിയാണോ? എന്ത് കിട്ടി ഇന്റഗ്രേറ്റ് ചെയ്തപ്പോ? 2y minus y² equal to x² plus x. ഇതെല്ലാം ഒരു സൈഡിലോട്ട് കൊണ്ടുപോകാം. അതിന് മുമ്പ് LCM ഒന്ന് കണ്ടുവേണം കൊണ്ടുപോകാം കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് എന്താ ചെയ്യണ്ട? അതാണ് ജനറൽ സൊല്യൂഷൻ. പ്ലസ് ക്യാൻസൽ ആവില്ല. സി ആയിരുന്നു C/2 C/2 നമുക്ക് ഓൾറെഡി അടുത്ത് കണ്ടിട്ടില്ലല്ലോ. C അല്ലേ കോൺസ്റ്റന്റ് അല്ലേ? അല്ലല്ല, അങ്ങനെയാണെങ്കിൽ 2C C/2 2C അല്ലേ? കോൺസ്റ്റന്റ് അല്ലേ? എന്നിട്ട് ഫൈനൽ ആൻസർ ഇതാണ് കിട്ടിയത്. x² plus y² plus 2x minus 4y plus 0. Yeah. പിന്നെ അപ്പുറത്തേക്ക് വന്നു. Yeah. അടുത്ത ക്വസ്റ്റ്യനിലെ dy/dx is equal to 1 plus y² by 1 plus x². Equal to 1 plus y² by 1 plus x².
അതൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറയാം അങ്ങനെ വരും ഇക്വേഷൻ. അവനിരിക്കുന്ന അവിടെ ഇരുന്നിട്ട് എഴുതാൻ ഇന്റഗ്രേറ്റ് എങ്ങനെയാണ്? അതിനെ കിട്ടിയാടാ അത് തന്നെ ആയിരിക്കുമല്ലേ? അല്ല നീ അവന്റെ നോക്കണ്ട, അവന്റെ കിട്ടിയാ 1/1+x² എന്തെങ്കിലും എന്താണ് ആലോചിച്ച മനസ്സിലായോ? കിട്ടിയാ 1/1 1+y² tan inverse y equal to tan inverse x ഒരു സൈഡോട്ട് കൊണ്ടുവരാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് dy/dx is equal to -4x y². dy/dx equal to -4x y². അതിലെ y ടൈംസ് മാത്രം കൊടുക്കുക. മോഡൽസ് അടുത്ത മറ്റേ തുടങ്ങി കുറെ സംഭവങ്ങളുണ്ടോ? ഞാൻ ഞാൻ 10 മണിക്കാണ് ശരി ഞാൻ നോക്കിയാണ്
ഓ y equal to r. അങ്ങനെ പറ്റുമോ? ഇവിടെ ഒരു ക്വസ്റ്റ്യന്റെ കണ്ടിന്യൂഷൻ given y equal to 1 and when x equal to 0 ആണ്. ഓ particular solution. അപ്പൊ അതൊന്ന് എഴുതി നിങ്ങൾ അതാണ്. given y equal to 1 when x equal to 0. y raised to -2 dx given അങ്ങനെ മൈനസ് ഉണ്ടല്ലോ. y equal to 1 and Y raised to when -1 x by equal to 0. അത് പറഞ്ഞിരിക്കോ പ്രശ്നം? ആ സമയത്ത് സീഡ് വാല്യൂ കണ്ടിരിക്കും. മൈനസ് ആണ്. ഒന്നാണ്. എനിക്ക് പറയാറുണ്ട് നിങ്ങളിങ്ങനെ നോക്കിയേ, ഇതിന്ന് y equal to 1 ഉം x equal to 0 ഉം കൊടുത്ത് c യുടെ വാല്യൂ കണ്ടുപിടിക്കണം. കേട്ടോ? c യുടെ വാല്യൂ എത്ര കിട്ടി? മൈനസ് ഇവിടെ ഇവിടെ എന്താ ഇത് റേസ് ആണ് y എന്നാ കൊടുത്തിട്ടെടുത്തത്. ഈ ടെൻസ് കൊടുത്തിട്ടെടുത്തത്. അതല്ല അതിന് മുമ്പ് മൈനസ് കോമൺ പുറത്തെടുക്കാം. ക്രോസ് മൾട്ടിപ്ലൈ എന്നാലോചിച്ചാൽ എന്നിട്ട് മൈനസ് കോമൺ പുറത്തെടുക്കും. എന്നിട്ട് ഇത് രണ്ട് കട്ട് ചെയ്ത് ബാക്കിയുള്ളത് സ്ക്വയർ മൈനസ്. അതാണ് സൊല്യൂഷൻ. ഇനി നമ്മൾ ഈ ഇക്വേഷനിലെ y equal to 1 ഉം x equal to 0 ഇട്ട് കൊടുക്കാം. y equal to 1 എടുക്കുമ്പോൾ 1 equal to 1 by 2 into 0 minus c. c യുടെ വാല്യൂ എന്ത് കിട്ടും? c equal to -1 കിട്ടും. c equal to -1 കിട്ടിയിട്ട് നമ്മുടെ ആദ്യത്തെ സൊല്യൂഷൻ ഇല്ലേ, അതായത് ഈ സൊല്യൂഷന് c യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എങ്ങനെ വരും? y equal to 1 by 2x square plus 100. ഇതാണ് ശരിക്കുള്ള പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ y-യുടെ x-ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് c യുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ആ c യുടെ വാല്യൂ സൊല്യൂഷനിൽ കൊടുക്കാം. ഇത് ചെയ്യാം കേട്ടോ. Find the equation of the curve passing through the point. Find the equation of the curve passing through the point 1, 1. Find the equation of the curve passing through the point 1, 1, whose differential equation is x dy equal to x dy equal to 2x square plus 1 dx. 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 Find the equation of the curve passing through the point 1, 1, whose differential equation is given by x. x നെ ഒരു സൈഡിൽ കൊണ്ടുപോവാം. ഈ x ഒക്കെ ഇവിടെ ഇപ്പൊ ഇതിനെ മാത്രം മാറ്റിയാൽ മതി. കാരണം y x ഇല്ലല്ലോ അവിടെ. അപ്പൊ dy equal to എന്ത് വരും?
മൾട്ടിപ്ലൈ ചെയ്യണം 2x സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് ഡി എക്സ് എന്നായി. ഈ ഡിനോമിനേറ്റർ റെസ്പെക്ട് ചെയ്ത് കട്ട് ചെയ്യാത്തൊക്കെ സെറ്റ് ആക്കുക. log 1 0 1 0 അല്ലേ log 1 0 so c 0 ആവുമല്ലോ. അപ്പൊ ഒന്നുമില്ല, വൈകിട്ട് എക്സ്ട്രാ അത്രേ ഉള്ളൂ. കിട്ടിയാ അങ്ങനെ കിട്ടിയാ അതായത് നമ്മൾ ഇതിന്റെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ടൈംസ് ആക്കി. x കൊണ്ട് ഡിവൈഡ് ചെയ്തു, രണ്ടിനും ഭാഗമാണ്. അപ്പൊ 2x സ്ക്വയർ എന്തായി 2x ആയി പ്ലസ് 1 ബൈ എക്സ് പ്ലസ് 1 ബൈ എക്സ് ആക്കി. നമ്മൾ എൽസിയം ആ ഒരു റിട്ടേൺ തിരിച്ചു. ഇത് നമ്മൾ ഇതിന്റെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോലെ സ്പ്ലിറ്റ് ചെയ്തിന്റെ കയറ്റി. അപ്പൊ ഡി ബൈ ഇന്റഗ്രൽ എന്താ ബൈ. ഇത് നമ്മൾ ഇതിന്റെ 2x ഇന്റഗ്രൽ എന്താ 2 കൊടുത്തിട്ട് x സ്ക്വയർ ബൈ 2. അപ്പൊ ആ 2 കട്ടായി ബാക്കി എന്തുണ്ട് x സ്ക്വയർ ഉണ്ട്. പിന്നെ 1 ബൈ x ഇന്റഗ്രൽ log x ആണ്. അപ്പൊ ഇത് സൊല്യൂഷൻ. എന്ത് ചെയ്യണം, വാല്യൂ നമ്മൾ എന്ത് x ഈക്വൽ ടു 1 y ഈക്വൽ ടു 1 ഇട്ട് കൊടുക്കാം. റിസൾട്ട് ചെയ്യണ്ട്. അപ്പൊ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സിയുടെ വാല്യൂ എന്താണോ അതുകൊണ്ട് റിപ്ലേസ് ചെയ്യാം. അപ്പൊ x ഈക്വൽ ടു 1 y ഈക്വൽ ടു 1 ഇട്ട് കൊടുക്കുമ്പോൾ എങ്ങനെ ഒരു ഇക്വേഷൻ 1 ഈക്വൽ ടു 1 പ്ലസ് 1 പ്ലസ് log x എന്ന് പറയുന്നത് log 1 0 ആണ്. log 1 എന്ന് പറയുന്നത് 0 പ്ലസ് c. അപ്പൊ c ഈക്വൽ ടു എന്താ 1 മൈനസ് 1 ഈക്വൽ ടു 0. അപ്പൊ ഇക്വേഷൻ y ഈക്വൽ ടു x സ്ക്വയർ പ്ലസ് log മനസ്സിലായോ? മനസ്സിലായോ? Simplify the equation. Equation of the gas passing through the curve. Find the equation of the curve passing through the cone. Minus 2,3. Minus 2,3. Given that slope of tangent to the curve at a point x comma y is 2x minus y square. 2x by y square. Slope ആണ്. Slope of tangent എന്ന് പറഞ്ഞാൽ എന്താ? dy by dx ആണ് ആ സാധനം. dy by dx is equal to 2x by y square. Minus 2.
ഇക്വേഷൻ അത് കൊള്ളാം. ഇനി ഇത് കൊടുത്തോണ്ടേ. C5. ഇങ്ങനെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൂടെ ഇട്ടുകൊടുക്കണം. ഇതോ ഇക്വേഷൻ ഏതാ? അത് കാണാൻ മനസ്സിലാണല്ലോ. കിട്ടിയാ? എന്നിട്ട് y³/3 = x² + 3. c യുടെ വാല്യൂ എന്താ കിട്ടിയാ? y³/3 = x² + 1. Find the general solution of the following differential equation. Find the general solution of the following equation. dy/dx plus y equal to 1. dy/dx Plus dy/dx plus y equal to 1. Plus y equal to 1. അല്ല അല്ലെങ്കിൽ 1/y കൊണ്ടുപോകുമ്പോൾ എല്ലാം പോകും. അത് താഴ്ത്തി കൊണ്ടുപോയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ -1 - y ആയിരിക്കും.
അതിനപ്പുറത്തേക്കുണ്ടായിരുന്നു. അപ്പോൾ എക്സ് പ്ലസ് ലോഗ് 1 മൈനസ് വൈ പ്ലസ് log 1 minus y equal to x plus c. Log 1 minus y equal to x plus c. General solution. ജനറൽ സൊല്യൂഷൻ എക്സ് പ്ലസ് സി. ആ അങ്ങനെയാ അല്ല എനിക്കല്ല. I-15 മാത്രം. Log 1 minus y equal to x plus c. എനിക്ക് തന്നെയാണ്. അല്ലല്ല അതായത് ഒരു മൈനസ് അപ്പുറത്തുണ്ട്. ലോഗിന്റെ ഒരു മൈനസ് അത് Log എന്തിനാ minus c? അങ്ങനെയല്ല ചെയ്തത്. ഞങ്ങൾ ഡയറക്റ്റ് ഡയറക്റ്റ് ചെയ്തത്. Direct ചെയ്യാത്ത. പുറകെ set visualize ചെയ്യുക. dy by dx is equal to 1 plus x square into 1 plus y square. dy by dx dy by dx is equal to 1 plus x square into 1 plus y square. Particular ആണ് general ആണ്. Tan inverse y is equal to x plus x cube by 3 plus c. y log y dx minus x dy is equal to 0. Y log y dx minus x dy equal to 0. Y log y dx minus x dy.
ചെയ്യാം. ഞാൻ ഓപ്ഷൻ എക്സ് വൈ എക്സ് ലോഗ് വൈ ഞാൻ അങ്ങനെ എടുത്തു ഞാനങ്ങനെ എക്സ് എടാ നീ എക്സിനവിടെ സി എക്സിനവിടെ സി ഇന്ത്യയിലേക്ക് വരുമോ അതെ എക്സിന്റെ കൂടെ മാത്രമേ അല്ലേ അത് മാത്സ് സ്കൂളിൽ എവിടെയൊക്കെ ഇരിക്കുന്നു മനസ്സിലാവും പിന്നെ സി എവിടെ ഞാൻ ചോദിച്ചത് കാണാൻ എവിടെ വേണമെങ്കിൽ എക്സിന്റെ കൂടെ മാത്രമേ എക്സിന്റെ കൂടെ മാത്രമേ ഉള്ളൂ ഞങ്ങൾ അങ്ങനെ കളിക്കില്ല. സെലക്ട് പോലും കണ്ടില്ല കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഒരു സെലക്ഷൻ അതിട്ട് പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ല. ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ലോഗ് ബൈ ടി എടുത്തിട്ടുണ്ട് വൺ ബൈ വൈ ഡി എക്സ് ആ ലോഗ് ബൈ ടി എടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ടി ബൈ ബൈ വൈ ലോഗ് ബൈ അല്ലേ അപ്പൊ ലോഗ് ബൈ ടി വൺ ബൈ വൈ ഡി വൈ എന്ത് വരും വൺ ബൈ വൈ ഇതിന് പകരം മാത്രം നമുക്ക് എന്ത് ചെയ്താം ഈ വൺ ബൈ ലോഗ് ബൈ ഇതാണോ അല്ല വൈ ലോഗ് ബൈ ലോഗ് ബൈക്കാണ് ടി കൊടുത്തത് വൺ ബൈ വൈ ഡി വൈ ഈ വൺ ബൈ വൈ ഡി വൈ എന്ന് പറഞ്ഞാൽ വൺ ബൈ വൈ ഡി വൈക്ക് പകരമാണ് ഞാൻ ആരെങ്കിലും ഈ ടീക്ക് വരാൻ മറ്റൊരു ക്വസ്റ്റ്യനിക്ക് എക്സ് സ്ക്വയർ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 5 റേസ് ടു 5 എക്സ് റേസ് ടു 5 dy by dx is equal to minus 5 raised to 5. 5 raised to 5. y raised to 5. Raised to 5 dy by dx is equal to minus 5 raised to 5. Y raised to 5.
ആ അത് ശരിയാ ഇവിടെ x will y raised to ആ, ഇനി minus 4 by 4 y raised to minus 4 by മൈനസ് minus 4 is equal to x raised to minus 4 by minus 4. ഞാൻ 4 വെച്ചിട്ട് മൾട്ടിപ്ലൈ കളഞ്ഞാൽ 4 x raised to 5 dy minus 5 raised to 5 dx. പിന്നെ dy യുടെ ടൈംസ് ഒരുമിച്ച് കൊണ്ടല്ലേ അപ്പോൾ dy by minus അങ്ങനെ മൈനസ് അവിടെ കിടക്കട്ടെ y raised to 5 equal to minus dx by x raised to 5. ഇനി അടുത്തത് നമ്മൾ ഈ y raised to 5 ന്റെ ഹോൾ എടുക്കാം. അപ്പോൾ y raised to minus 5 ചെയ്താലോ dy equal to എന്ത് വരും മറ്റേത് മൈനസ് കൊടുത്തോടെ ഇന്റഗ്രൽ ഓഫ് x raised to minus 5 dx ഇന്റഗ്രൽ ചെയ്യാം. y raised to minus 5 plus 1 by minus 5 plus 1 equal to minus of x raised to minus 5 plus 1 by minus 5 plus 1 plus 2. And y raised to minus 4 by minus 4 equal to minus of x raised to minus 4 by minus 4 plus 2. ഡിനോമിനേറ്റർ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അപ്പൊ ആ 4 അവിടെയും വരും അല്ലെ. അപ്പൊ രണ്ട് മൾട്ടിപ്ലൈ ഇൻറ്റു മൈനസ് അപ്പൊ എന്താവും y raised to minus 4 equal to minus ഇവിടുത്തെ മൈനസ് 4 എന്താവും minus x raised to minus 4 plus 4c. അവിടെ കൂടി മൾട്ടിപ്ലൈ ചെയ്യും. 4c എന്ന് പറയുന്നത് എന്താണ് 4 ഉണ്ടല്ലേ which is equal to നമുക്ക് എന്ത് വരും y raised to minus 4 plus x raised to minus 4 is equal to എന്ത് വരും 4c ഇതാ. അപ്പോൾ ഈ 4 കളയാൻ വേണ്ടി മൈനസ് 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് മൊത്തം ന്യൂമറേറ്റർ അപ്പോൾ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 4 മൈനസ് 4 ബാക്കിയുള്ള ആളാണ് ഇത് അത് മൾട്ടിപ്ലൈ ബൈ മൈനസ് 4 എഴുതിയിട്ടാണ് minus 4 പിന്നെ ഇത് പോയി x raised to minus 4 plus 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 4c തന്നെ ഫൈൻഡ് ആൻസർ ഇതിനെ ഒരു ടൈംസ് ഞാൻ ഗെയിം കളിക്കുന്നതല്ലേ ചെയ്യാനായിട്ട് ചിലപ്പോൾ പറയേണ്ടത് പ്രോബ്ലം find the particular solution satisfy the given condition. Particular solution ആണ് കഴിഞ്ഞത്. Find the particular solution of the satisfy the given condition. Into x square plus x cube plus x square plus x plus 1 into dy by dx is equal to x square plus x when y equal to 1 and x equal to 0. മറ്റേതുപോലെ തന്നെ particular solution കണ്ടുപിടിക്കുക. അതിന് കൊടുത്ത വാല്യൂസ് ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ വാല്യൂ കൊടുക്കുക 2x square plus x. നെക്സ്റ്റ് ടെൻസ് ആണ് എല്ലാം വരുന്നത് കേട്ടോ. അടിയിലത്തെ ഈ ഇക്വേഷൻ
എടുത്ത് കൊണ്ടുപോകാം. കട്ട് ചെയ്യാം. ഇത് താഴെ നിന്ന് എന്ത് പ്രോബ്ലം ഇല്ല. X square. ഞാൻ വേണ്ട എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ എക്സ് അല്ലേ X അല്ല, X square. X cube X square. X cube X square. ഈ ഒരു ടേമിന് X square കൊടുക്കാം. X cube plus X square ഉണ്ടല്ലോ, അതിന് X square കൊടുക്കാം. ഓ അതുണ്ട് അത് അങ്ങനെ വരണേ. ഇതിന് നമുക്ക് എക്സ്പ്രസ് വൺ കൊടുത്തെടുക്കാം. അതിന് എക്സ്പ്രസ് വൺ കൊടുത്തെടുക്കാം. മനസ്സിലായോ? എടാ, അപ്പൊ ഇത് വേറൊരു ടൈപ്പ് ഫോർമുലയാവും. പാർഷ്യൽ ഫ്രാക്ഷൻ. ആ ശരി പാർഷ്യൽ ഫ്രാക്ഷൻ. പാർഷ്യൽ ഫ്രാക്ഷന്റെ ഫോർമുല ആവും ഈ സാധനം. ഏതാണ്? അല്ല എക്സ് സ്ക്വയർ പ്ലസ് എക്സ് അല്ലേ ഇവിടെ നെക്സ്റ്റ് സ്ക്വയർ കൊടുത്തെടുത്തത്. അപ്പൊ ഈ രണ്ട് ടേമിൽ നിന്ന് മാറ്റിയപ്പോ ബാക്കിയുള്ള എക്സ് ഉണ്ട്, പിന്നെ ഒരു 1 ഉണ്ട്. പിന്നെ ഇവിടുത്തെ അങ്ങനെ തന്നെ ഇതിനാണെങ്കിൽ എക്സ് പ്ലസ് 1 ഉണ്ടല്ലോ, അത് പുറത്തെടുത്തു. ബാക്കിയുള്ള എന്തുണ്ട്? ഇവിടുത്തെ എക്സ് സ്ക്വയർ ഉണ്ട് പ്ലസ് ഈ ഒരു ടേമിന്റെ പുറത്തെടുക്കുമ്പോൾ 1 ആവും അവിടെ. മനസ്സിലായില്ലേ? താഴെ വീണ്ടും എക്സ് പോകുന്നു. ഇതാണോ? ഇവിടെ എക്സ് സ്ക്വയർ എടുത്ത് പുറത്ത്. ബാക്കി എന്തുണ്ട്? എക്സ് പ്ലസ് 1 ഉണ്ട്. ഇവിടെ നിന്ന് മാറ്റോട്ടാ. ബാക്കിയുള്ള പ്ലസ് എക്സ് പ്ലസ് 1 അങ്ങനെ വേണ്ടില്ല. ഇവിടെ എക്സ് പ്ലസ് 1 പുറത്തെടുത്തു. അപ്പൊ എക്സ് പ്ലസ് 1 പോയി. ബാക്കിയുള്ള ആരുള്ളത്? എക്സ്. ഇതിന്റെ കൂടെ എക്സ് പ്ലസ് 1, ഇതിന്റെ കൂടെ എക്സ് സ്ക്വയർ ഉണ്ട്. പ്ലസ് ഇവിടെ ആരുമില്ല. അപ്പൊ 1 തന്നെ. ഇപ്പൊ എന്തായി? പാർഷ്യൽ ഫ്രാക്ഷൻ ആയി. മുകളിലൊക്കെ എക്സ് കോമൺ എടുത്തില്ല ഇല്ല, മോളൊന്നും ചെയ്തില്ല. A plus B plus C അല്ലേ? ആ. എക്സ് പ്ലസ് ബി സി. അങ്ങനെ ഫസ്റ്റ് X square അപ്പൊ എടുക്കണം. നമുക്ക് ഇതിനെ എക്സ് സ്ക്വയർ ഫസ്റ്റ് എക്സ് സ്ക്വയർ. പ്ലസ് എക്സ് ബൈ എക്സ് പ്ലസ് 1 പിന്നെ ഒരു സെക്കൻഡ് ഡിഗ്രി അല്ലേ പ്ലസ് 1 ഈക്വൽ ടു എ ബൈ എക്സ് പ്ലസ് 1 എന്ത് വരണം? ഫോർമുല അവിടെ ഇന്റഗ്രേഷൻ എടുത്ത് നോക്കണം കേട്ടോ. എ ബൈ എക്സ് പ്ലസ് 1 പ്ലസ് ഡി എക്സ് പ്ലസ് സി ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1. ഇതാണ് ഫോർമുല. ഞാൻ എയുടെ പിയുടെ വാല്യൂ കണ്ടുപിടിച്ചോ. ഇന്റഗ്രേറ്റ് ചെയ്ത് പോയി. അത് മനസ്സിലായില്ലേ? ഇവിടെ എക്സ് പ്ലസ് 1 പുറത്തെടുക്കും. ഇവിടെ ബാക്കി ആരാളുള്ളത് കൂടെ എക്സ് സ്ക്വയർ മാറ്റം. ഇവിടെ നിന്ന് എടുക്കുമ്പോൾ ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. അപ്പോൾ അവിടെ 1 വന്നു. അതാണ് ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 1. മനസ്സിലായോ? ഇങ്ങനത്തെ പേര് ചോദിക്കും. പറയുന്നില്ല. അഭിരാമിലുണ്ട്. ആയിരിക്കും ഇവിടെ നിന്ന് കണ്ടോ? കണ്ട് കണ്ട് അതന്നെ നേരത്തെ പേടിച്ച് അവര് പുറത്തു പോവാ. ഞാൻ താക്കൂര് എടുക്കാൻ പറഞ്ഞു എന്നോട് ഒരു 100 വയസ്സ്. അവരിങ്ങനെ പിടിച്ച് അല്ല ഒന്നിട്ട് അച്ഛൻ്റെ കയ്യിലുള്ളത് അത്. പക്ഷെ ഇത് എൻ്റെ റൂമിൽ ഒരു കമ്പ്യൂട്ടറില്ല. നിങ്ങൾ കണ്ടുപിടിച്ചു ഇതില്ല. A 1/2 അല്ലേ? ഒന്ന് 1/2, ഒന്ന് -1/2, ഒന്ന് 3/2. അതൊക്കെ അവൻ കണ്ടുപിടിക്കുന്നതല്ല, നീ ചെയ്യണേ. അല്ലേ ഈ വീട്ടിൽ കയറാൻ പറ്റില്ല. അല്ല
ഞാൻ സൗണ്ട് വിളിക്കുന്നുണ്ട് അതിലെ കുട്ടികളാണോ ചേച്ചി അതിലെ പഠിച്ചതൊക്കെ എക്സാമിനൊന്നും അടിച്ച് പൊളിക്കണേ ചെയ്തോ ചെയ്തോ ഈ ക്വസ്റ്റൻ അല്ല എക്സാമിന് വന്നതാണ് പാട്ട് പ്രാക്ടീസ് മാസ്റ്റർ പ്രാക്ടീസ് എന്താ ചെയ്യേണ്ടത് ഈ സാധനം മൾട്ടിപ്ലൈ ചെയ്യാം കട്ട് ചെയ്തോളയാ കോൺഫിഷ്യന് വന്നേനെയാ സോൾവ് ചെയ്യാം മനസ്സിലായോ x square plus x equal to a into x square plus 1 plus bx plus c into x plus 1 അതിന് നമുക്ക് ഇക്വേഷൻ സോൾവ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് പ്ലസ് വൺ ക്യാൻസൽ ആയിരുന്നു എക്സ് പ്ലസ് വൺ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തത് എക്സ് പ്ലസ് ക്യാൻസൽ ആയിരുന്നു എക്സ് പ്ലസ് വൺ രണ്ടിനും മൾട്ടിപ്ലൈ ചെയ്യണം നീ ഇവിടെ ചെയ്തില്ല ഇവിടെ ചെയ്തു ഞാൻ ഇങ്ങനെ ഞാൻ എക്സ് സ്ക്വയർ പ്ലസ് വൺ ഇന്ന് എക്സ് പ്ലസ് വൺ ആക്കിയത് അല്ല ഇപ്പൊ എക്സ് പ്ലസ് വൺ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൺ അത് ഞാൻ എക്സ് സ്ക്വയർ പ്ലസ് വൺ ഇൻറ്റു എക്സ് പ്ലസ് വൺ ഈ അവസരം ഉൾവാക്കിയായിരിക്കും
അതെ 3/2 a by x plus 1 plus bx plus c by x plus 1. ആരായിട്ട് വന്നറിയാം അല്ല 99. പ്ലസ് സൊല്യൂഷൻ ഞങ്ങളടുത്ത് ജനറൽ ആണ് zero tan inverse 0 1/2 നമുക്ക് ഇങ്ങനെ 1/2 x plus 1 ചെയ്താലോ പ്ലസ് ഇത് 3/2 നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു 3/2 x c1 ആണ് 3/2 x by x square plus 1 minus 1/2 1/2 Tan inverse 1 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ x equal to 0 അല്ലേ y equal to 1 ഇതിനെന്ത് വരും ഇവിടെ എന്ത് ചെയ്യണം ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ x square വേറൊന്നുമില്ല x square plus 1 നെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താ കിട്ടണം അതിന് ചെയ്യുമ്പോൾ 2h ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യണം മുകളിൽ അപ്പൊ ഇവിടെ 2x തന്നിട്ടുണ്ട് മുകളിൽ 2h മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x 4 ആണ് അത് എഴുതി മൈനസ് 1/2 ഇന്റഗ്രേറ്റ് 1/2 ആണ് ഇത് ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/3/4 ഓർഡേഴ്സ് ഇനി പർട്ടിക്കുലർ സൊല്യൂഷൻ ആവുന്നത് x ന് പകരം ഇത് 5 എക്സസൈസ് ആണ് 5 ബോർഡർ നീ ഇങ്ങനെയല്ലേ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തന്നെ 3x minus 1/2 by x square എന്ത് ചെയ്യും square plus 1 is equal to t 2x dx is equal to dt മനസ്സിലായോ അപ്പോൾ x dx is equal to നമുക്ക് എന്ത് ചെയ്യണം dt by 2 എന്ന് വരും അല്ലേ അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്തേക്കണം അതിന് തന്നെ മുകളിൽ താഴത്ത് 2h മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പോൾ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ log കിട്ടും അതാണ് അവിടെ 2 മുകളിൽ മൾട്ടിപ്ലൈ ചെയ്ത് താഴത്ത് മൾട്ടിപ്ലൈ ചെയ്തു അപ്പോൾ x സ്ക്വയർ ഡെറിവേറ്റീവ് 2x അങ്ങനെ വന്നാൽ നമുക്ക് log താഴത്ത് അപ്ലൈ ചെയ്യാം log x square plus 1 എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ഡെറിവേറ്റീവ് മുകളിൽ വരണം അതിനാണ് 2 മുകളിൽ താഴത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് +1 C1 ഇവിടുന്ന്
ചിലപ്പോ പക്ഷെ ആളെ കേറാൻ നേരത്തപ്പോ കേറാൻ നേരത്ത് അമ്മന്റെ ബസ് കഴിഞ്ഞാ ഫസ്റ്റ് വീട് 6-ാം തീയതി വരുമ്പോ മോഡലാ പറയുന്നുണ്ട് പക്ഷേ അറിയാൻ പാടില്ല ചിലപ്പോൾ മാറ്റി വെക്കാം 15 പ്രാക്ടീസ് തുടങ്ങിയാൽ പിന്നെ നിങ്ങൾക്ക് എന്നാ മോഡൽ വന്ന വേറെ അടികളായിരിക്കും എന്ത് സംഭവത്തിന്റെ അടികളായിരിക്കും ഇതിന്റെ അവിടെ താഴെ സെക്കൻഡ് വീട് കഴിഞ്ഞു മാർക്ക് കിട്ടി മാത്സിന് നമ്മൾ അയ്യോ ആദ്യം കിട്ടിയ 20,000 പേരായിരുന്നു പിന്നെ 15 പറ്റിയില്ല അത്രയും 15 കൂട്ടി അത് കൗണ്ട് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് ആയിട്ട് 15 മിസ്റ്റേക്ക് പുതിയ മാഡം ആണ് മോളോട് സാർ കിട്ടില്ല ഇവരുടെ പേപ്പർ ഭയങ്കര ടഫായിട്ടുണ്ട് നേവല് ആർദ്ര പറഞ്ഞാൽ ടോക്സിന്റെ അല്ല നേവൽ ബേസ് അല്ല ഞങ്ങളുടെ സെയിം പേപ്പറാണ് ആർക്കും ടെക്സ്റ്റിൽ കിട്ടുന്നവർക്കോ അമർന ആ മോളെ ടെക്സ്റ്റിൽ അഖില ഞാൻ എന്റെ പേപ്പർ കാണിച്ചു ഐ വിൽ ഷോ യു ദിസ് തിങ് എന്താ അത് അതാണ് ഈ പേപ്പറാണ് നിങ്ങൾ ഓക്കെ കട്ടാരി നമുക്ക് പേരെങ്കിലും ഉണ്ട് പേര് അങ്ങനെയും പേര് മാക്സ് അത് കേൾക്കുമ്പോ അതിനാ കറക്റ്റായിട്ട് കേൾക്കണം എൻജോയ് പിന്നെ സ്ഥലങ്ങൾ നാളെ